മൂന്നാം ഞായറാഴ്ചയും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മികച്ച കളക്ഷൻ സ്വന്തമാക്കി ബേസിസ് ജോസഫ് ടൊവിനോ ചിത്രം അതിരടി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് അതിരടി എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ 17-ാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടും 18-ാം ദിവസമായിട്ടുള്ള മൂന്നാം ഞായറാഴ്ചയായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ തുടങ്ങിയവരെയൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ അരുൺ അനിരുദ്ധൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നല്ലോ അതിരടി എന്ന് പറയുന്ന സിനിമ. ആദ്യ ആഴ്ച പിന്നിട്ടപ്പോൾ തന്നെ റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം മൂന്നാം ആഴ്ചയായിട്ട് കടന്നപ്പോഴും കറുപ്പും ബ്ലാസ്റ്റും ദൃശ്യം 3 അടങ്ങുന്ന വമ്പൻ ചിത്രങ്ങൾ എത്തിയിട്ടും പിടിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതും കാട്ടാൾ ഈ ആഴ്ച റിലീസിനെത്തിയ കാട്ടാളിനേക്കാൾ മികച്ചൊരു കളക്ഷനാണ് ചിത്രത്തിന് 17-ാം ദിവസമായിട്ടുള്ള ഇന്നലെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രത്തിന് ഇന്നലെ മാത്രം ഏകദേശം കേരള ബോക്സ് ഓഫീസിന് 61 ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചപ്പം 18-ാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 80 ലക്ഷത്തിന് മുകളിലുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 65 കോടി പിന്നിട്ട് ഈ ഒരു വർഷത്തെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങൾ ഇതേ കളക്ഷൻ തന്നെ നിലനിർത്താൻ സാധിച്ച ചിത്രത്തിന് ഒരുപക്ഷെ ഒരു 70 കോടിക്ക് മുകളിൽ ഫൈനൽ കളക്ഷൻ നേടാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളെ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി. അപ്പോൾ അതിരടി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ, ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആദ്യം തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.